ഈ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനത്തിൻ്റെ നാരായ പേര് എങ്ങനെയാണോ ത്രിപുരയിൽ കളഞ്ഞത്, ഇല്ലാതായത്, എങ്ങനെയാണോ ബംഗാളിൽ ഇല്ലാതായത്, അത് ഈ കേരളത്തിൽ ഉണ്ടാവണം. യാതൊരു സംശയവുമില്ല. ഡീൻ പ്രതിയാണ്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള CBI അന്വേഷണം ഇതിലുണ്ടാവണം. ഡീൻ അടക്കം പ്രതിയാണ്. വളരെ കൃത്യമാണ്. 3 ദിവസമാണ് മർദ്ദിച്ചത്. ഈ 3 ദിവസം മർദ്ദിച്ചിട്ടും ഡീൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ വയ്യ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഡീൻ പ്രതിയാണ്. ഈ വിഷയത്തിൽ CBIയുടെ അന്വേഷണം ഉണ്ടാവണം. ഇത് കൃത്യമായിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള ഒരു സഡൻ പ്രൊവോക്കേഷൻ അല്ല. വീട്ടിൽ പോകാൻ വേണ്ടി ട്രെയിൻ കയറാൻ പോയ ഒരു കുട്ടിയെ വിളിച്ചു വരുത്തി ഇങ്ങനെ ആക്രമിച്ച്, വെള്ളം കൊടുക്കാതെ 3 ദിവസം ആക്രമിച്ച് കൊല്ലണമെങ്കിൽ ആസൂത്രിതമാണ് കൊല. അതുകൊണ്ട് ഇത് കൃത്യമായിട്ടുള്ള കൊലപാതകം. 302 ആ 302 കൊലപാതകമാണ്. അതിൻ്റെ എവിഡൻസ് ആണ് ഇനി ഉണ്ടാക്കേണ്ടത്. TP നമ്മുടെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ക്ലാസ് മുറിയിൽ എഴുതി വെച്ചില്ലേ? എന്താ എഴുതി വെച്ചത്? സാക്ഷി പറഞ്ഞവനും ഇതേ അനുഭവം. ഇത് തന്നെയാണ് ഈ കോളേജിലെ പല കുട്ടികളും പിന്നിലേക്ക് പോകുന്നത്. ചില ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന കുട്ടികളാണ് ഇപ്പൊ സാക്ഷി പറയാൻ തയ്യാറായിരിക്കുന്നത്. ആസിഫ് അലി സാറിനോട് ഞാൻ പറയാ, ഈ സാക്ഷര കേരളത്തിലെ ഒരു കുട്ടിയും ഇതുവരെ മുമ്പിൽ വന്ന് ധൈര്യമായി പറയാൻ തയ്യാറായിട്ടില്ല. അതേസമയത്ത് നമ്മൾ പുച്ഛിക്കുന്ന UP-യിലെയും നമ്മൾ പുച്ഛിക്കുന്ന ഗുജറാത്തിലെയും ബീഹാറിലെയും ഒക്കെ കുട്ടികളാണ് ധൈര്യപൂർവ്വം എന്തിനും തയ്യാറെന്ന് പറഞ്ഞ് രംഗത്ത് ഇപ്പം വന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം ആസിഫ് അലി സാർ, നമ്മൾ എന്തുണ്ടെങ്കിലും ഉടനെ UP-യെയും ഗുജറാത്തിനെയും ബീഹാറിനെയും അപമാനിക്കുന്നുണ്ടല്ലോ. പക്ഷേ കേരളത്തിലെ കുട്ടികൾ ആ കോളേജിൻ്റെ ക്യാമ്പസിൽ ഇത് കണ്ട് മനസ്സ് നീറിയ പെൺകുട്ടികളുണ്ട്, മനസ്സ് നൊന്ത ആൺകുട്ടികളുണ്ട്. നിങ്ങൾ വെളിയിൽ വരണം. ഈ കാടത്തം ഇല്ലാതാക്കണം. നിങ്ങളെ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യില്ല SFI-ക്കാർ. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങളുടെ ഒരു സഹപാഠിയാണ് കൊന്നത്. വെറുതെ കൊന്നതല്ല, ക്രൂരമായ കൊന്നത്. നിങ്ങൾക്കൊരച്ഛനും അമ്മയുണ്ട്, അയാൾക്കുണ്ട് ഒരച്ഛനും അമ്മയും. നാളെ നിങ്ങൾക്കിത് ആവർത്തിക്കും. അതുകൊണ്ട് അനിൽ നമ്പ്യാർ, ഇത് വളരെ കൃത്യമായ, സംഘടിതമായ, കൃത്യമായ രൂപമുള്ള, വളരെ വളരെ ആലോചിച്ച് നടപ്പാക്കിയ ഒരു കൊലപാതകമാണ്. അതിലെ ആ ഡീൻ പ്രതിയാണ്, കൃത്യമായ പ്രതിയാണ് ഡീൻ. അതുകൊണ്ട് ആര് രക്ഷിക്കാൻ നോക്കിയാലും ഡീനിനെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കേരള പോലീസ് ഇരുട്ടിൽ തപ്പും, കേരള പോലീസ് സംരക്ഷിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും അനിൽ നമ്പ്യാരെ എന്ത് വില കൊടുത്തും CBIയെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഇത് CBI അന്വേഷിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, ഇത് CBI അന്വേഷിക്കണം, CBI അന്വേഷിച്ചിരിക്കും. ഈ മാതാപിതാക്കൾക്ക് നീതി കൊടുക്കും. ഒരു ഗവർണർ, നട്ടലുള്ളൊരു ഗവർണർ, ആ ഗവർണറാണ് നീതി നടപ്പാക്കിയത്. ആ ഗവർണർ SFI-ക്കാരെ ക്രിമിനൽ എന്ന് വിളിച്ചപ്പോൾ ഇവിടുത്തെ ചില മാധ്യമങ്ങളൊക്കെ ഉറഞ്ഞു തുള്ളിയല്ലോ. വാസ്തവത്തിൽ ക്രിമിനൽ അല്ല, ബ്ലഡി ക്രിമിനൽസ് ആണ് SFI-ക്കാർ, ബ്ലഡി ക്രിമിനൽസ്. അതുകൊണ്ട് ഇവരെന്ത് നാടകം കളിച്ചാലും, ഇവരെന്ത് കണ്ണില് പൊടിയിടാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. ഒരു കാരണവശാലും നടക്കാൻ അനുവദിക്കില്ല ഈ കേരളത്തില്.